الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. വിശ്വാസവും അവിശ്വാസവും വിശ്വാസത്തിലെ കലർപ്പുകളുമെല്ലാം കൂട്ടിക്കുഴച്ച് മതം അതിലുള്ള ശരിയായ രീതി എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നന്നായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാത്ത വിധം എല്ലാവരും ഓരോരോ വഴികളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ജാഗ്രതയും ആത്മവിശ്വാസവും ശരിയായ അറിവും ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസിയായി രക്ഷപ്പെട്ട് മരിച്ചു പോകാൻ കഴിയൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു ജീവിതം നൽകുന്ന ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അങ്ങനെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളി കേൾക്കാനും അത് കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യാതിരിക്കാനുമാണ് നിങ്ങളുടെ ആ തരത്തിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന്റെയും അവന്റെ
മനസ്സിൻ്റെയും ഇടയിൽ മറയിട്ട് ഒരിക്കലും അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റാത്ത, യഥാർത്ഥ വിശ്വാസത്തെയും ദീനിനെയും കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് പേടിക്കണം എന്ന് അള്ളാഹു തആല നമ്മളെ താക്കീത് നൽകുകയാണ്. അപ്പൊ നമുക്കൊരു ജീവിതം വേണം. ഈ നല്ല ഭക്ഷണവും വസ്ത്രവും ഈ സുഖസൗകര്യങ്ങളും മക്കളും കുട്ടികളും അടങ്ങുന്ന ഭൗതികമായ ഒരു ജീവിതം മാത്രമല്ല നമുക്കുള്ളത്. മരണശേഷം യൗമുൽ ആഖിറത്തുണ്ടെന്നും അവിടെ ഈ ജീവിതത്തെ പറ്റി അള്ളാഹു വിചാരണ നടത്തുമെന്നും ആ ജീവിതത്തിലെ രക്ഷയാണ് യഥാർത്ഥ രക്ഷ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതാണ്. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആഖിറമുണ്ട്. ഈ ലോകത്ത് വളരെ കഷ്ടപ്പാടുകളും യഥാർത്ഥമായ ജീവിതം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത എത്രയോ അമ്പിയാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് പരലോകത്താണ്. ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഇഹലോകത്ത് എല്ലാ ജീവിത സൗകര്യങ്ങളും നൽകിയ മഹാരാജാക്കളായ പ്രഭുക്കളായ അമ്പിയാക്കന്മാരുണ്ടായിരുന്നു. അവർക്കും പരലോകമുണ്ട്. എന്നാൽ മനുഷ്യ സമൂഹത്തിൽ മറ്റൊരു വിഭാഗം ദുനിയാവിനെ മാത്രം ശ്രദ്ധിക്കുകയും പരലോകത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തവരുടെ കാര്യം അതാണ് ഖുർആൻ താക്കീത് നൽകിയത്. എങ്ങനെയാണ് നമുക്ക് ജീവിതം നല്ല ഭക്ഷണങ്ങളും നല്ല സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായാൽ മാത്രം ജീവിതമാകുമോ? അതാകുകയില്ല എന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ വ്യക്തിപരമായി കാണുമ്പോഴും കൂട്ടത്തിൽ കാണുമ്പോഴും എല്ലാവരോടുമായി പൊതുവായി ഉപദേശം നൽകുമ്പോഴെല്ലാം വലിയ വലിയ വസിയ്യത്തുകൾ നൽകിയിരുന്നു. ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ട വസിയ്യത്തുകൾ. ആ വസിയ്യത്തുകൾ പാലിച്ചപ്പോഴാണ് ഒന്നുമല്ലാതിരുന്ന നാടോടികൾ ലോകത്തിന്റെ മുന്നിലെത്താൻ മാത്രം പ്രഗത്ഭരായി എന്നും അറിയപ്പെടുന്ന നന്മയുടെ മാതൃകകളായി സഹാബികളായി മാറിയത്. റസൂലിന്റെ വസിയത്തനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ്. ആ വസിയത്തുകൾ നമ്മൾ പിൻപറ്റാതെ കേവലം ഒരു വലിയ സംഘം, വലിയ ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ സമ്പന്നരായ ഒരു ജനവിഭാഗം, മുസ്ലിം സമൂഹം, മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. സഹാബിമാര് എന്നും യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഒരു ഭാഗത്തേക്ക് ചെന്നാൽ യഹൂദി നസാറാക്കളാണ്, അപ്പുറത്ത് വിശ്വാസമില്ലാത്ത ആളുകളാണ്. പല വിശ്വാസങ്ങളും കൂടിച്ചേർന്ന യമൻ പോലെയുള്ള നാടുകളിലേക്ക് അവർ യാത്ര പോകാറുണ്ട്. മാസത്തിൽ, കൊല്ലത്തിലൊരിക്കൽ മാസങ്ങളോളം അവിടെ താമസിക്കും, കച്ചവടം ചെയ്ത് തിരിച്ചു വരാൻ. ഷാമിലേക്ക് പോകാറുണ്ട്. അത് യഹൂദുകളും നസാറാക്കളും പുരാതന മതക്കാരുമാണ്. അവരുമായൊക്കെ ഇടപഴകി ജീവിക്കേണ്ട സഹാബിമാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെ എത്തിപ്പെട്ടാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന്. ഒരർത്ഥത്തിൽ നമ്മളാരും വലിയ യാത്രക്കാരല്ലെങ്കിൽ പോലും ഒരു ഇടകലർന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ മതവിശ്വാസികളും അവരുടെ ആചാരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാവരും കൂടി ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും ഓരോരുത്തരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. കുൽകുല്ലു യഅമലു അലാ ശാക്കിലത്തി. ഓരോരുത്തരും അവരുടെ ആഘോഷങ്ങളുണ്ട്, അവരുടെ ആചാരങ്ങളുണ്ട്, അവരുടെ നിഷ്ഠകളുണ്ട്, അവരുടെ മതം, അവരുടെ രീതി അവരോട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലിഞ്ഞു ചേരാനല്ല, മറ്റുള്ളവരെ അനുഗമിക്കാനല്ല, ആളുകളുടെ പിന്നിൽ പോകാനല്ല, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. എവിടെയായിരുന്നാലും
അള്ളാഹു നിനക്ക് ഒരു 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 മൻഹജ്, ഒരു ശരീഅത്ത് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പാടുള്ളത് ഏതാണ്, പാടില്ലാത്തത് ഏതാണ്. നമുക്കൊരു ആഘോഷമുണ്ട്, അത് ഇസ്ലാമിൻ്റെതാണ്. 2 പെരുന്നാളുകൾ, അത് നമ്മുടേതാണ്. അതിലാരും അലിഞ്ഞു ചേരാനില്ലല്ലോ. നമ്മളും മറ്റുള്ള ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേരേണ്ടവരല്ല എന്ന് കരുതി എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒരുമയിലും ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണെന്ന് കരുതി നമ്മൾ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവന്റെ പിന്നാലെ അവരുടെ ആചാരം നോക്കി പോകേണ്ടവരല്ല നമ്മൾ എന്ന ബോധം റസൂലുള്ളാഹ് ആ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന സമൂഹത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹിന്റെ വസിയ്യത്ത്. ആ വസിയ്യത്ത് നമ്മൾ പാലിക്കാതെ മുസ്ലിമായി ജീവിച്ച് മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അഥവാ ഏതെങ്കിലും ജീവിതത്തിന്റെ ഘട്ടത്തിൽ പാപങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിസ്സാരമാക്കി തള്ളുകയല്ല, ആ പാപങ്ങളുടെ ശേഷം നല്ലത് ചെയ്തുകൊണ്ട് പാപത്തെ പൊറുപ്പിക്കണം. പാപത്തെ മായ്ച്ചു കളയാൻ തിന്മകൾ വന്നുപോയാൽ നന്മകൾ വർദ്ധിപ്പിക്കണമെന്നാണ് റസൂലുള്ളാഹ് നമ്മളോട് വസിയത്ത് ചെയ്തത്, സഹാബിമാരോട് നമ്മളോടൊക്കെ. മൂന്നാമതായി പ്രവാചകന്റെ വസിയത്ത്, നീ ആരുമായി കണ്ടാലും എവിടെ എത്തിയാലും നല്ല രൂപത്തിൽ ജനങ്ങളോട് സഹവർത്തിക്കണം. കടിച്ചു കീറി പരസ്പരം തകർത്ത് പരസ്പരം നശിപ്പിക്കാനും അസൂയയും വിദ്വേഷവും വെച്ചുകൊണ്ട് അപരനെ ദൂഷ്യപ്പെടുത്താനുമല്ല, എല്ലാവരുമായും നല്ല നിലക്ക് ജീവിക്കണമെന്ന് ഒരുപാട് സമൂഹങ്ങളുമായി ഇടപഴകി ജീവിക്കേണ്ട ആളുകളായ സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു. ആ വസിയത്തുകൾ പാലിക്കുക എന്നതാണ് ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുക എന്നത്. റസൂലിന്റെ അനുയായികളുടെ സന്തോഷം ആ വസിയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വളരെ പ്രഗൽഭനായ ഒരു പണ്ഡിതനായിരുന്നു, നല്ലൊരു ഭരണകർത്താവായിരുന്നു. യമനിലുള്ള ആളുകളിൽ കുറെ പേർ വിശ്വാസികളായപ്പോൾ അവർക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അയച്ച നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന ആ സഹാബി. അദ്ദേഹത്തോട് നബി വസിയത്ത് ചെയ്തു, നീ എവിടെ ചെന്നാലും ഭരണത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ട്. യമൻ എന്ന് പറയുന്നത് നജാശി രാജാവ്, എത്യോപ്യയിലെ രാജാക്കന്മാർ ഭരിക്കുന്ന കേന്ദ്രങ്ങളാണ്. അവിടെ നസാറാക്കളുണ്ട്, യഹൂദുകളുണ്ട്. മറ്റു തീരപ്രദേശമായതുകൊണ്ട് മറ്റു നാടുകളിൽ നിന്ന് കയറി വന്ന എല്ലാ മതവിശ്വാസങ്ങളുമുണ്ട്. ആ മതവിശ്വാസികളുടെ ഇടയിലാണ് നിനക്ക് ഇസ്ലാമികമായ ഭരണം നടത്താനുള്ളത് എന്ന് കരുതി, തിരക്കാണ്, രാഷ്ട്രീയമാണ്, നാടിനെ നോക്കണം എന്ന് കരുതി, യാ മുആദ്, മുആദേ ഞാൻ നിന്നോട് യാ മുആദ്, മുആദേ നിന്നോട് വസിയത്ത് ചെയ്യുന്നു, ലാ തദഉന്ന ദുബ്ര കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിന്റെ ഇബാദത്തുകളിൽ നീ ഒരു വീഴ്ച വരുത്തരുത്. ഒരുപാട് തിരക്കുകളുണ്ട്, ഭരണ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് മദീനയിൽ നിന്ന് നിന്നെ ഞാൻ അയക്കുന്നത് എന്നു കരുതി, ജീവിതത്തിന്റെ തിരക്കുകളാണ്, ബിസിനസ്സുകളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ്, ഭരണപരമായ കാര്യങ്ങളാണെന്ന് കരുതി, ലാ തദഉന്ന ദുബ്ര കുല്ലി സ്വലാത്തിൻ, ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ പ്രാർത്ഥന നീ മറക്കരുത്. നമസ്കരിക്കണം എന്ന് മാത്രമല്ല, നമസ്കാരത്തിന്റെ ശേഷം നീ പ്രാർത്ഥിക്കണം. പ്രത്യേകമായും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് നീ സഹായം നൽകണമേ. വശുക്രിക, നീ തന്ന നന്മയ്ക്ക് നന്ദി പറയാൻ, നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ. വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല നിലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ മുആദ് ജീവിത തിരക്കിനിടയിൽ മറക്കരുത്. നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതമാണ്, എന്നും തിരക്കുകളാണ്, കൂട്ടും കുടുംബം, ബിസിനസ്സും ജോലിയും ഉദ്യോഗങ്ങളും. ഇബാദത്തിന്റെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾക്ക് ശത്രുക്കളെ കണ്ടുമുട്ടേണ്ട അവസരമുണ്ടാകും.
അന്ന് ദ്വന്ദ്വ യുദ്ധമായിരുന്നു. പടക്കളത്തിലിറങ്ങി നേർക്കുനേരെ പോര് നടത്തുന്ന യുദ്ധകാലഘട്ടമായിരുന്നു പ്രവാചകന്റേത്, ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടം. ആ യുദ്ധകാലഘട്ടത്തിൽ ശത്രുക്കളെ മുഖാമുഖം കാണുമ്പോൾ പോലും ഫസുബുത്തു, നിങ്ങൾ അന്തം വിട്ടു പോകരുത്, പരിഭ്രമിച്ചു പോകരുത്, ഉറച്ചു നിൽക്കണം. ഒതുക്കുറുള്ള, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ശത്രുവിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. ജീവിതത്തിലെ ജീവൻ മരണം, ഒന്നുകിൽ മരണമാണ് ശത്രുവിന്റെ വാളുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജീവൻ കിട്ടും ഞാൻ ശക്തി പ്രയോഗിച്ചാൽ, അവനോട് യുദ്ധം ചെയ്താൽ എന്നിങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടത്തിന്റെ കളത്തിൽ പോലും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ അതാണ്, നമ്മൾ ഏത് ഘട്ടത്തിലായിരുന്നാലും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ, നമ്മുടെ ദിക്റുകളിൽ, നമ്മുടെ തസ്ബീഹുകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി അള്ളാഹുവിന് നന്ദി ചെയ്യാനും നന്ദി ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനും, അതുപോലെ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, ആരാധനകൾ നിർവഹിക്കാനും, അതോടൊപ്പം അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവണം എന്നാണ് മുആദ് ഒരു ഭരണാധികാരിയെ അപ്പോയിന്റ്മെന്റ് നൽകി, ഭരണത്തിന്റെ ഉത്തരവാദിത്വം നൽകി അയക്കുമ്പോൾ റസൂലുള്ളാഹി വസിയത്ത് ചെയ്തത്. അങ്ങനെയാണ് റസൂലിനെ പിൻപറ്റേണ്ടത്. അങ്ങനെയാണ് നമ്മൾ റസൂലിനെ അനുസരിക്കേണ്ടത്. ഇതാണ് ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്ന റസൂലിനോടുള്ള സ്നേഹം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നു, നല്ല തറവാട്ടിൽ പറന്ന കുട്ടി. അത്യാവശ്യം അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ഖുറൈശികളുടെ നേതാവിന്റെ മകനായതുകൊണ്ട് മോശമല്ലാത്ത സമ്പാദ്യങ്ങളും യുവത്വവും എല്ലാമുള്ള കുട്ടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു. എന്താണ്? ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യം നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട്, അതിന്റെ മുമ്പ് മറ്റൊരു 5 കാര്യം നീ നേടിയെടുക്കണം. അബ്ബാസ് കുട്ടിയാണ്, കുട്ടിയോടാ, ചെറുപ്പക്കാരനോടാ പറയുന്നത്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. എന്താണ്? ശബാബക, അബ്ബാസ് നീ ഇപ്പോൾ യുവാവാണ്, നിന്റെ യുവത്വം നീ പരമാവധി നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഖബ്ല ഹറമിക, ഇനി നീ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പരാശ്രയമില്ലാതെ നടക്കാൻ കഴിയാത്ത യുവത്വത്തെ കാലഘട്ടത്തെ പോലെ ഓടാനും ചാടാനും വിചാരിച്ചത് ചെയ്യാനും പറ്റാത്ത ദൗർബല്യത്തിന്റെ കാലം വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ മുമ്പ് നിന്റെ യുവത്വം നേരിന്റെയും നന്മയുടെയും മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം, എങ്കിൽ ഖേദിക്കേണ്ടി വരില്ല. രണ്ടാമത്തെ കാര്യം സിഹത്തക ഖബല സഖമിക, ഏതൊരാളും രോഗിയാവും, അവസാന കാലത്തെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രോഗത്തിൽ വരും. യുവത്വകാലത്തിലും ചെറുപ്പകാലത്തിലും രോഗം വരും. രോഗം വന്നാൽ വിചാരിച്ചതൊന്നും ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് സിഹത്തക, ആരോഗ്യമുള്ള കാലം, ആ ആരോഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം. രോഗം വരുമ്പോൾ പലതും ചെയ്യാൻ കഴിയണമെന്നില്ലാത്തത് കൊണ്ട് ആരോഗ്യമുള്ള കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന സമാധാനം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം വെറുതെ നശിപ്പിക്കരുത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നാലാമത്തെ കാര്യം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് നബി പറഞ്ഞു, ഗിനാക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം എല്ലാവർക്കും വരാവുന്നതേ ഉള്ളൂ, ഒരു ചെറിയ മാറ്റങ്ങൾ മതി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താൻ. ഗിനാക, ഇപ്പോൾ ഐശ്വര്യമുണ്ടെങ്കിൽ ആ ഐശ്വര്യം അത് നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യന് വേണ്ടി നിന്റെ ഐശ്വര്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. കാശുണ്ടെന്ന് കരുതി, ഐശ്വര്യമുണ്ടെന്ന് കരുതി നീ ധൂർത്തനും മോശക്കാരനും അതുകൊണ്ട് അഹങ്കരിക്കുന്നവനുമാകരുത്. ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഗിന, ഐശ്വര്യം ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഫറാഗക ഖബ്ല ശുഗ്ലിക, നിന്റെ ഒഴിവുള്ള സമയമുണ്ട്, വെറുതെ കളയരുത്. പലപ്പോഴും ഒന്നിനും ഒഴിവ് കിട്ടാതെ നട്ടം തിരിയുന്ന ഒരു കാലഘട്ടം വരും, ഒരുപക്ഷെ വന്നേക്കും മനുഷ്യർക്കൊക്കെ. അതുകൊണ്ട് ഒഴിവുള്ള സമയം നല്ല കാര്യത്തിന് വേണ്ടി, നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, തനിക്ക് വേണ്ടി, തന്റെ റബ്ബിനോട് അവനിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി
നല്ല കാര്യത്തിൽ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുക ഒഴിവ് സമയങ്ങളെ. അഞ്ചാമതായി നബി പറഞ്ഞു, ഹയാത്തക ഖബല മൗതിക, നിന്റെ ജീവിതം, ഇപ്പോൾ നിനക്ക് ജീവനുണ്ട്, ഇനി നീ മരിച്ചു പോകും, അന്നൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്ത കാര്യത്തിന്റെ കൂലി വാങ്ങാനാണ് മരിച്ചു പോകുന്നത്, അതുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം എന്നിങ്ങനെ ഓരോ സന്ദർഭത്തിലും റസൂലുള്ള നൽകിയ ഉപദേശത്തെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് റസൂലിനെ സ്നേഹിക്കൽ. സഹോദരന്മാരെ, ചാടിക്കളിച്ച് കലഹമുണ്ടാക്കി കുറെ പണം പൊടിച്ച് വിതരണം ചെയ്ത് സമൂഹത്തിൽ ഇന്ന് കാണുന്നത് മതമല്ല, അത് ദീനുമായി ബന്ധമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്തുകളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് വേണ്ടത്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ കാരണവരായിരുന്നു, ആദ്യകാല വിശ്വാസിയാണ്, മദീനയിലെ ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി, നൂറുകൂട്ടം പ്രശ്നങ്ങളുമായി മദീനയിൽ എന്നും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ കാരണവരായിരുന്നു ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളോടൊക്കെ നബി ഇങ്ങനെ ഉപദേശിച്ചു. നബിയുടെ വസിയ്യത്താണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 6 കാര്യം എനിക്ക് ഗ്യാരണ്ടി തരുകയാണെങ്കിൽ അൽമനുലക്കും അൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടി തരും. എന്താണ്? ഉസ്തുഖു ഇദാ ഹദസ്തും, നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കണം, നിങ്ങൾ സത്യമേ പറയാവൂ, നിങ്ങൾ ചെയ്യുന്നത് സത്യമായിരിക്കണം, സത്യമല്ലാത്തതൊന്നും ആരോടും പറയരുത്, ഒരു കാര്യത്തിലും പറയരുത്. മതത്തിന്റെ കാര്യത്തിലും സത്യമല്ലാതെ മറ്റൊന്നും പറയരുത്. മതത്തിലെ സത്യം എന്താണ്? അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ് മതത്തിലെ സത്യം. അവരാരും ഈ കാണുന്ന കോലാഹലങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല. എന്നിട്ടും കൊല്ലം മൗലിദ് ദിനങ്ങളെ ഘോഷമാക്കാൻ വേണ്ടി 100 കൂട്ടം തെളിവുകളുമായി വരുന്ന പൗരോഹിത്യത്തിനെ സൂക്ഷിക്കണമെന്നാണ് നബിയ പറയുന്നത്. ഉസ്തുഖു, നിങ്ങൾ സത്യം പറയണം. ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളോടും. ഒന്നാമതായി നിങ്ങളുടെ റബ്ബിനോട് ഒരു കരാറുണ്ട്, അവന്റെ മാർഗത്തിൽ ജീവിക്കാമെന്ന്. നിങ്ങളുടെ മാതാപിതാക്കളോട് ചില കരാറുകളുണ്ട്, മക്കളോട് കരാറുകളുണ്ട്, മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ ഭാര്യമാരെ ഒരു നല്ല കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചത് ഭർത്താക്കന്മാരോടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിനോട് നമുക്കൊരു പ്രതിജ്ഞയുണ്ട്, സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യരോടും പ്രതിജ്ഞയുണ്ട്. വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ കരാറ് നിലനിൽക്കുന്നുണ്ടോ ആ കരാറ് സത്യസന്ധമായി പാലിക്കണം, എങ്കിലേ നിങ്ങൾക്ക് എന്റെ കൂട്ടത്തിൽ വരാൻ കഴിയൂ. വഅദ്ദു ഇദാ തുമിൻതും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജോലിയാവട്ടെ, നിങ്ങളുടെ മറ്റു ഉത്തരവാദിത്തങ്ങളാവട്ടെ, പണമാവട്ടെ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ജോലി സർക്കാർ നമ്മളെ ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ കമ്പനി ഉടമകൾ നമ്മളെ ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ അയൽവാസി സുഹൃത്ത് നമ്മളെ ഏൽപ്പിച്ചതാണ് സംഖ്യ. അതൊക്കെ ഔഫു അദ്ദു ഇദാ തുമിൻതും, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തിരിച്ചു നൽകണം. വഹഫദു ഫുറൂജക്കും, നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് കാലം കൂപ്പുകുത്താൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗികമായ ആ രംഗം നിങ്ങൾ കാര്യമായി സൂക്ഷിക്കണം. വഗദ്ദു അബ്സാറക്കും, വേണ്ടാത്തരങ്ങളിൽ നിന്ന് കണ്ണു ചിമ്പി ജീവിക്കണം. വഖഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ദോഷവും വേദനയും വിഷമങ്ങളും ഇല്ലാതിരിക്കാൻ കൈ അടക്കി വെക്കണം. ഈ 6 കാര്യം നിങ്ങൾ എനിക്ക് കരാർ തരുകയാണെങ്കിൽ അൽമനുലക്കും അൽ ജന്ന, സ്വർഗം നിങ്ങൾക്ക് ഞാൻ കരാർ നൽകാം. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് റസൂലിന്റെ ജീവിതം, ഇതാണ് റസൂലിന്റെ ഓർമ്മ. ഇതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കലാണ് റസൂലിനോടുള്ള ഹുബ്ബ്. ആ ഹുബ്ബിലേക്കാണ്, റസൂലിന്റെ വസിയ്യത്തുകൾ നടപ്പാക്കാനാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഓർക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഒരുപാട് വസിയത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നൽകിയതിലേക്ക് മടങ്ങലാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയഖ്റുജു ഫീ ഉമ്മത്തി അഖ്വാമൻ. എന്നാൽ ഇതൊക്കെ വിട്ട്, ഞാൻ പറഞ്ഞതും എൻ്റെ ഉപദേശങ്ങളും ഒക്കെ വിട്ടിട്ട് സയഖ്റുജു ഫീ ഉമ്മത്തി അഖ്വാമൻ, എൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം പുറത്തു വരാനിരിക്കുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. പിന്നീട് അവർ പുറത്തിറങ്ങും എൻ്റെ കാലശേഷം. തജാറാ ബിഹിം അൽ അഹ്വാ, അവരുടെ ഇച്ഛകളാണ് അവരെ കൊണ്ട് നടത്തിക്കുന്നത്. ഇച്ഛകൾക്കനുസരിച്ചാണ് അവർ നടക്കുക. അവരെ നിയന്ത്രിക്കുന്നത്, അവരെ കൈപിടിച്ച് നടത്തുന്നത് അവരുടെ ദേഹേച്ഛകളായിരിക്കും. തോന്നിയതുപോലെ നടക്കുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹത്തിൽ വരാനുണ്ട്. കമാ യതജാറൽ കലബു ബിസാഹിബിഹി, പേവിഷം പിടിച്ച ആള്, ആ പേവിഷം ഒരു ബുദ്ധിയുള്ള വിവേകമുണ്ടായിരുന്ന മനുഷ്യനെ പേയടകിയാൽ അവൻ എത്രമാത്രം മൃഗമായി മാറുമോ, അതുപോലെ അള്ളാഹുവിന്റെ ദീന് വിട്ട് ജീവിക്കുമ്പോൾ, തോന്നിവാസത്തിന്റെ പിന്നാലെ പോകുമ്പോൾ മൃഗമായി മനുഷ്യർ മാറും. അങ്ങനെ വിശ്വാസികളിൽ എന്റെ ഖൗമിൽ ഒരു വിഭാഗം വരാനുണ്ട്. പേവിഷം തീണ്ടിയാൽ അവന്റെ നാഡി നരമ്പുകളോ പേശികളോ ഒന്നും ഒഴിവാക്കാതെ പേവിഷം കൊണ്ട് അവനെ മാറ്റിമറിക്കുന്ന പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തോന്നിയവാസങ്ങളും തോന്നലുകളുമെല്ലാം മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒരു ഖൗമ് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹ് താക്കീത് നൽകിയിട്ടുണ്ട്. ആ ഖൗമ് ആരാണ്? റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാതെ, റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന, മഹബത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഖൗമികളെ പറ്റിയായിരിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്ലാമികമായ ശരീഅത്തിലേക്ക്, പ്രവാചകന്റെ മാർഗത്തിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ